നമസ്കാരം, കുട്ടികളും സൂപ്പർ സാറാണ്. നമ്മുടെ കീം 2024 ആൻസർ കീ ഒക്കെ ഇപ്പോൾ പബ്ലിഷ് ചെയ്തു. കുട്ടികളെല്ലാം ഇങ്ങനെ കണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു പരാതികൾ ഒത്തിരി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെ പരാതികളെക്കാളും അന്നൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു. ഈ വർഷം ഭയങ്കരമായിട്ടാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നും ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇതിനുള്ള കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് കുട്ടികൾക്കാണ്. കാരണം അവരാണ് ഈ എക്സാം എഴുതിയത്. അത് പല സെഷൻസുകളായിട്ടാണ് എക്സാം എഴുതിയത്. കഴിഞ്ഞ വർഷത്തിനേക്കാളും ഇത്രയും പരാതികൾ വരാനുള്ള കാരണം അല്ലെങ്കിൽ തെറ്റുകൾ വരാനുള്ള കാരണം, നമ്മുടെ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ആകെ 240 ക്വസ്റ്റ്യൻസേ ഉള്ളായിരുന്നു. ഒരൊറ്റ ദിവസത്തെ എക്സാമേ ഉള്ളായിരുന്നു. മീൻസ് 120 മാർക്കിൻ്റെ മാത്സ്, 120 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അപ്പോൾ 240 ക്വസ്റ്റ്യൻസുകളിൽ നിന്നും ഉണ്ടാകുന്ന തെറ്റേ ഉള്ളായിരുന്നു. ഈ വർഷം അതിൻ്റെ 3 മടങ്ങിന് മേളിലാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. 6 സെഷൻസുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം 1000-നടുത്ത് ക്വസ്റ്റ്യൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളിൽ നിന്നും ആകുമ്പോൾ കുറേ തെറ്റുകളുണ്ടാവും. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്ന് ഈ പറയുന്നത് കുട്ടികൾ നോക്കി. ഇപ്പോൾ ഏകദേശം ആൻസർ കീ ഇപ്പോൾ 10-ാം തീയതി 11-ാം തീയതി എങ്ങാണ്ടാണ് പബ്ലിഷ് ചെയ്തത്. 13-ാം തീയതിക്കകം ഇത് തെറ്റുകൾ കണ്ടെത്തി നമ്മുടെ എൻട്രൻസ് കമ്മീഷണർക്ക് അയച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് 100 രൂപ DD ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബാങ്കിൽ പോയി ഇതൊക്കെ എടുത്ത് അയക്കണമെന്ന്. ആരാണ് ഇപ്പോഴത്തെ കാലത്ത് ബാങ്കിൽ പോയി ഇത്രയും മെനക്കെടുന്നത്? കുട്ടികൾക്ക് ബാങ്ക് എവിടെയാണെന്ന് പോലും എല്ലാ കുട്ടികൾക്കും അറിയില്ല. കാരണം എല്ലാം UPI ഇടപാടുകൾ കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം മൊബൈൽ വഴി എല്ലാ കാര്യങ്ങളും നടത്തുന്നു. കുട്ടികൾക്ക് ബാങ്കിൽ പോയി നിന്ന് ഇതൊക്കെ എടുത്തു വരിക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതൊരു ചുമ്മാത്തൊരു സംഭവമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. ഇത് കറക്റ്റായിട്ടാണെങ്കിൽ അതും 100 രൂപ അങ്ങോട്ട് കൊടുത്തു. ഒരു ക്വസ്റ്റ്യന് 100 രൂപ എന്ന് പറയുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 1000 രൂപ നമ്മൾ അങ്ങോട്ട് അയച്ചിട്ട് ഇത് തിരിച്ച് കിട്ടുമെന്നുള്ളത് ഞാൻ എവിടെയും കണ്ടില്ല. ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് അറിയിക്കാം. ഏതാ നമ്മൾ 1000 രൂപ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യന് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ശരിയാണെന്ന് നമ്മൾ പ്രൂഫോടുകൂടി വേണം കൊടുക്കാൻ. ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്, ഇതെത്ര നേരം കൊണ്ട് കണ്ടെത്താൻ പറ്റുന്നത്? ഇത്രയും ക്വസ്റ്റ്യൻസുകൾ ആരെ കൊണ്ട് നോക്കാൻ പറ്റും? അപ്പോൾ ഇതൊന്നും എനിക്ക് തോന്നുന്നു സാധ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇനി കണ്ടെത്തിയാൽ തന്നെ നമുക്കൊരു 6-7 ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസുകൾ തെറ്റിയത് കണ്ടെത്തി അങ്ങോട്ടെല്ലാം അയച്ചു കൊടുത്ത് ഇത് നമുക്ക് തിരിച്ച് കിട്ടുമോ? അതും ഇല്ലെന്നാണ് എൻ്റെ തോന്നൽ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ എവിടെയെങ്കിലും ഇത് തിരിച്ച് റീഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവത്തിലോട്ടൊന്നും ആരും പോകാറില്ല. അപ്പോൾ അത് ചുമ്മാതെ അങ്ങ് കഴിയുക. എൻ്റെ നോട്ടത്തിൽ ഇതിലൊക്കെ നല്ലത്, ഇതിൽ ഇച്ചിരിയുടെ നല്ലതായിട്ട് ഇതിനെ നടത്താമായിരുന്നു. ഈ ആൻസർ കീ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ക്രോസ് ചെക്കിങ് നടത്തി. കാരണം ഇത്രയൊക്കെ നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ എക്സാമിന് വാങ്ങുന്നതാണ്. അതിനുവേണ്ടിയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ഇരുത്തി 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ ഇരുത്തി ക്രോസ് ചെക്കൊക്കെ നടത്തി മാക്സിമം കറപ്ഷൻസ് ഇല്ലാതെ നല്ല ഒരു തെറ്റുമില്ലാതെ അങ്ങോട്ട് എത്തിച്ചാൽ കുട്ടികൾക്കും അതൊരു സന്തോഷമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത മീൻസ് ഇത്രയും നല്ലതായിട്ടാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇതിപ്പോൾ ഒത്തിരി തെറ്റുകൾ, ഈ ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ 5 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഇല്ല. പക്ഷേ നല്ല രീതിയിൽ കൂടെ അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കുട്ടികളപ്പോൾ അതിനുവേണ്ടി ഒത്തിരി സമയങ്ങൾ കഴിയും. ഒരു 5 മിനിറ്റ് 4 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ അങ്ങ് കളയുക. നമുക്ക് അത്രയും സമയമില്ല ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതെല്ലാം ഒത്തിരി പ്രശ്നങ്ങളാണ്. അത് മാത്സിൻ്റെ അടുത്തൊക്കെ എനിക്ക് തോന്നുന്നു കുറേ തെറ്റുകളുണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൂടെ നമുക്ക് നോക്കാൻ സമയമൊന്നും ഇല്ലല്ലോ, നമ്മളും പല കാര്യങ്ങളിലല്ലേ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നോക്കാൻ എൻ്റെ നോട്ടത്തിൽ പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്നും ആർക്കും സമയമില്ല. പിന്നെ ഇതിനു വേണ്ടിയുള്ള നമ്മുടെ എൻട്രൻസ് കമ്മീഷൻ അവിടെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ചിലപ്പോൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. തെറ്റുകളെല്ലാം മാറ്റി ബാക്കി ക്വസ്റ്റ്യൻസിൽ നിന്നായിരിക്കാം നമ്മുടെ ആൻസർ കീ മീൻസ് എല്ലാം കറക്റ്റായിട്ട്. ഇപ്പോൾ ഇതൊരു പ്രൊഫഷനാണെന്ന് പറയുന്നു. പ്രൊഫഷണൽ ആൻസർ കീ ആണെങ്കിൽ പോലും ഇത്രയും തെറ്റുകളെ കണ്ടെത്താൻ സാധാരണ ആർക്കും പറ്റില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ ഭാഗത്തു നിന്നും ഏതാ ശരി ഏതാ തെറ്റെന്നുള്ളത് എത്ര പേർക്ക് അറിയാൻ പറ്റും? അതൊക്കെ തന്നെ ഒരു പോരായ്മയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു ഈ രീതികളൊക്കെ ഇനിയൊന്ന് മാറ്റി അടുത്ത വർഷത്തെ എക്സാം ആകുമ്പോഴത്തേക്ക് കുറ്റമറ്റതാക്കിയുള്ള ഒരു എക്സാം നടത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കുട്ടികളുടെ ഭാഗത്തുനിന്നും ഇനിയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആൻസർ കീ എല്ലാം പുതിയതായിട്ട് വന്ന് അവരുടെ റാങ്കൊക്കെ ഉടൻ തന്നെ എല്ലാം ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ +2-ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറയും. ഇത് കറക്റ്റായിട്ട് ആൻസർ കീ എല്ലാം പുറത്ത് വന്ന് എല്ലാം മാർക്കും എല്ലാം വന്ന ശേഷം നിങ്ങളുടെ +2-ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം പറയും. എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന നിങ്ങൾ ഇനി അതിനെ ഓർത്ത് കൂടുതൽ വറി ചെയ്തിട്ട് കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലെ ഭാഗങ്ങളാണ് കേട്ടോ.
അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ നോക്കി ഇതിനെക്കുറിച്ച് എന്തൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നുള്ളത് നോക്കണ്ട. നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് ഇതൊക്കെ കഴിയുമ്പോൾ അടുത്തൊരു കോഴ്സിന് എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം തീർന്നു, അത്രേ ഉള്ളൂ. എന്നാലും എനിക്ക് ഒരു സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സാം നടത്തുന്നവർ ഇത്തിരി നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ച് മാക്സിമം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു എക്സാം, പ്രത്യേകിച്ച് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതല്ലേ. നമ്മളൊരു ടെസ്റ്റ് പേപ്പർ നടത്തുമ്പോൾ പോലും വളരെ ശ്രദ്ധിച്ചാണ് എല്ലായിടവും ഒരു ക്വസ്റ്റ്യൻ തെറ്റാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും കുട്ടികൾ എഴുതുന്നു, ഏകദേശം 1,10,000 കുട്ടികൾ ഈ വർഷം അറ്റൻഡ് ചെയ്തിരുന്നു. ഇത്രയും പേര് എഴുതുന്ന ആ എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ കൂടെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മാക്സിമം കറക്റ്റായിട്ട് എത്തിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടുത്ത കാര്യങ്ങൾക്കായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഏതൊക്കെ കോഴ്സുകൾ ഏതിനാണ് പോകേണ്ടത് എന്നെല്ലാം ഈ ടൈം കൊണ്ട്, കാരണം നമുക്ക് സമയം വളരെ കുറവാണ്, എല്ലാ കാര്യങ്ങളുടെയും എത്തിയിട്ടുണ്ട്. മീൻസ് ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മാർക്കൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്, ഡിഗ്രിക്ക് എല്ലാത്തിനും. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള സമയം ചിലവഴിച്ച് എന്തിനാണ് പോകേണ്ടതെന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സാണ് ഇനിയും വരാൻ പോകുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.